സംഭവം കാലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടോ. നമ്മൾ വരുന്ന പോലെയല്ല, നല്ല തിരക്കാണ്. അത് ശരിയാ, നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആര് ജയിക്കുമെന്ന് അല്ലേ. എന്താ അടിപൊളി ഈ ഒരു പ്രചരണം കണ്ടിട്ടേ പൊന്നെ എന്താ എന്താ പരിപാടി? 38,240 ആറ്റിങ്ങൽ ചർച്ച ചെയ്യണമെങ്കിൽ ഇത്രയും നാള് അരുവിക്കര കിടന്ന് കറങ്ങിയതാണല്ലോ. ആറ്റിങ്ങൽ ശരിക്കും പറഞ്ഞാൽ ആറ്റിങ്ങലുടെ അവസ്ഥ മത്സരം ടൈറ്റ് മത്സരം. കാരണം അത് മുന്നണികളുടെ മാത്രം കാര്യമല്ല, സ്ഥാനാർത്ഥികളുടെ കൂടി മികവാണ്. 3 സ്ഥാനാർത്ഥികളാവട്ടെ. ഒന്ന് വി ജോയ് എന്ന് പറഞ്ഞാൽ LDF ഇറക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഉഗ്രൻ സ്ഥാനാർത്ഥിയാണ്. സംഘടനാ സംവിധാനം മുഴുവൻ ചലിപ്പിക്കാൻ പറ്റുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ ഏത് വിധം ഇതുവരെ വി ജോയ് പരാജയപ്പെട്ടൊരു ചരിത്രമില്ല. എവിടെയും പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റായി, പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വർക്കല കഹാറിനെ അട്ടിമറിച്ച് ജയിച്ചു. അടൂർ പ്രകാശിലേക്ക് വന്നാൽ അത് തന്നെയാണ്. ഒരിടത്തും പരാജയപ്പെടാത്തൊരു ടെക്നിക്ക് അടൂർ പ്രകാശിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലുണ്ട്. വി മുരളീധരനാട്ടെ ഇറക്കാൻ പറ്റുന്നതിൽ ഗംഭീര സ്ഥാനത്ത് 1 വർഷമായിട്ട് അവിടെ പണിയെടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നല്ല മത്സരമാണ്. തിരുവനന്തപുരത്തേക്കാൾ കട്ട ഫൈറ്റാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. കാരണം അത് ഈ മുന്നണികളുടെ ഒരു മണ്ഡലത്തിലുള്ള സ്വാധീനം എന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ 3 വ്യക്തികളുടെയും ഒരു സ്വഭാവം. അടൂർ പ്രകാശിനെ എടുത്തു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മികച്ച മിടുക്കനായ ഒരു ഇലക്ഷൻ മാനേജർ. എങ്ങനെ കളിക്കണം, എവിടെ കളിക്കണം, ഏത് ഇതിൽ ഗോളടിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന. കോന്നിയുടെ ചരിത്രം പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആലോചിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. കാരണം വെച്ചാൽ അത്രയും കമ്മ്യൂണിസ്റ്റ് കോട്ട, ഉറച്ച കോട്ട, അത് പിടിച്ചെടുത്ത് ഏതാണ്ട് 25 വർഷം മറ്റുമാണ് അടൂർ പ്രകാശ് അവിടെ MLA ആയിട്ട് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരിടത്തേക്ക് ലാൻഡ് ചെയ്താൽ അവിടെ കൈയടക്കി വെക്കാൻ പറ്റുന്ന അത്രയും കെൽപ്പുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ. അദ്ദേഹം ആറ്റിങ്ങലേക്ക് വരുന്നു. ആറ്റിങ്ങൽ വരുമ്പോഴും കോന്നി പോലെ തന്നെ ഇടത് സ്വഭാവം അടിത്തട്ടിൽ വരെയുള്ള. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, ആറ്റിങ്ങൽ എന്ന് പറയുമ്പോഴേ ശരിക്കും ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ പോകുന്നു ഇടതുമുന്നണി സ്വപ്നത്തിൽ പോലും. കാരണം ഇടതുപക്ഷം പ്രത്യേക സാഹചര്യമുണ്ട്. പക്ഷെ എത്ര വലിയ സാഹചര്യം ഉണ്ടെങ്കിലും ഇടതുപക്ഷം അവരുടെ ഉറച്ച കോട്ട എന്ന് എണ്ണി പറയുന്ന മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രത്യേകമായ കുറെ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും സമ്പത്ത് തോൽക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല അവിടെ. ഈ സുരേഷ പറഞ്ഞതുപോലെ കുറച്ച് ഫാക്ടേഴ്സ് അവിടെ അടൂർ പ്രകാശിന് ഒരു മിടുക്കുണ്ട്. അതിനോടൊപ്പം സുരേഷ പറഞ്ഞ പോലെ കുറെ ഫാക്ടേഴ്സ്, അതായത് ഈ ശബരിമല സമയം. കാരണം അതിനു മുൻപ് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചിരുന്ന ബാലചന്ദ്രൻ മാസ്റ്റർ, പുള്ളി അത്രത്തോളം വലിയ ഒരു പാർട്ടിക്കകത്ത് തന്നെ ബിന്ദു കൃഷ്ണ. അപ്പൊ ബിന്ദു കൃഷ്ണ ആവട്ടെ, ബാലചന്ദ്രൻ മാസ്റ്റർ ആവട്ടെ, അവരൊക്കെ മത്സരിച്ചപ്പോൾ പിടിച്ച വോട്ട് വിഹിതം തന്നെയാണ് ഏതാണ്ട് അടൂർ പ്രകാശം പിടിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ വിജയിക്കുന്നതിന് കാരണമായ ഒന്ന് ശോഭാ സുരേന്ദ്രനെ പിടിച്ചു മാറ്റിയ കുറെ വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ നല്ലൊരു പങ്ക് വിചാരിച്ചില്ല. സാധാരണ എല്ലാവരും പറയുന്നുണ്ടാണ് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകളാണ്, അതെങ്ങോട്ടും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ CPM-ന്റെ വോട്ടുകളിൽ നല്ലൊരു ഭാഗവും BJP-യിലേക്ക് പോയി. കഴിഞ്ഞ സ്വഭാവം ഈ ശബരിമല വിഷയം. ആ ശബരിമല വിഷയം ആറ്റിങ്ങൽ ഈഴവർ ഒരുപാടുള്ള ആൾക്കാരാണ്. ഈ ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാടുള്ള ആളാണ്. ഈ ശബരിമലയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ സവർണ ആളുകളുടെ ഒരു ദൈവത്തിനപ്പുറം അവർണ വിഭാഗം ആരാധിക്കുന്ന ഒരു ദൈവം കൂടിയാണ്. ആറ്റിങ്ങൽ മണ്ഡലം അത്തരത്തിൽ അവർണ വിഭാഗം, വലിയ ഈഴവരാവട്ടെ, താഴെത്തട്ടിലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു മണ്ഡലം. അവർക്ക് വളരെ പ്രധാനമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തെയും വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുമല്ലോ, ഇവിടുത്തെ ഒരു വോട്ട് ബാങ്ക് ശരിക്കും പറഞ്ഞാൽ ഈഴവരാണ്. അവരാണ്. പക്ഷെ ആ വോട്ട് ബാങ്കിൽ കൃത്യമായ സ്വാധീനം അടൂർ പ്രകാശിനുണ്ട്, കൃത്യമായ സ്വാധീനം വി ജോയിക്കുണ്ട്, കൃത്യമായ സ്വാധീനം വി മുരളീധരനുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ്, ഇപ്രാവശ്യം അവിടെ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് വി മുരളീധരൻ പിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. അതൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി, വേറെ പ്രസക്തി ഉള്ളത്, ശോഭാ സുരേന്ദ്രൻ പിടിച്ച ഏതാണ്ട് 2,50,000 വോട്ട്. ഒരു 30,000 വോട്ട് കുറഞ്ഞു എന്നിരിക്കട്ടെ. ആ 30,000 വോട്ട് കുറയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നിർണായകമാകുന്നത്. അത് LDF-നാണോ പോവുക, UDF-നാണോ പോവുക? ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 38,000 മാത്രമാണ്. 38,000 അങ്ങനെ ആയിരുന്നിട്ട് കൂടി വലിയൊരു തരംഗം UDF-ന് ഉണ്ടായിട്ട് കൂടി 38,000 എന്ന് പറയുന്നത്, അതാണ് ഇത്തവണ CPM-ന്റെ വലിയൊരു പ്രതീക്ഷ. കാരണം അവരുടെ കോട്ട അവരെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ
7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികവും സ്വാധീനമുള്ളത് ഇടതുപക്ഷത്തിന് എന്ന് മാത്രമല്ല ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ ഒരു ഇടത് വളക്കൂറുള്ളൊരു മണ്ണും കൂടിയാണ്. അപ്പം വി ജോയ് എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് അറിയാവുന്ന, മണ്ഡലത്തെ അറിയാവുന്ന, സംഘടനാ സംവിധാനം കൃത്യമായി ചലിപ്പിക്കാൻ പറ്റുന്ന, എല്ലാം കൊണ്ടും ആപ്റ്റായൊരു സ്ഥാനാർത്ഥി. ഇതെല്ലാം കൂടി വരുമ്പോൾ കഴിഞ്ഞ തവണ നെഗറ്റീവായി നിന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം ഇതിലൂടെ അനുകൂലമാക്കാം, വളഞ്ഞിട്ട് പിടിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് CPM ഉള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഈ വി മുരളീധരന് വോട്ട് കുറഞ്ഞേക്കുമെന്ന് പറയുമ്പോഴും കഴിഞ്ഞ കുറേ കാലമായിട്ട് വി മുരളീധരൻ മണ്ഡലത്തിൽ തന്നെ ഒരു വർഷത്തോളം ഒരുപാട് നാളെ ഒരു വർഷമായിട്ട് റെയിൽവേ വിഷയങ്ങളിൽ ഇടപെടുന്നു, മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്നു, ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കിട്ടൂല എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെയും നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എങ്ങനെ കമ്പയർ ചെയ്താലും ഒരു മുൻതൂക്കം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടില് അടൂർ പ്രകാശിന് കിട്ടിയേക്കുന്നത് 37% വോട്ടുകളാണ്. മാത്രമല്ല സമ്പത്തിന് 31, അതേസമയം ശോഭ 24% വോട്ടും പിടിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ ഈ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ അത് മുരളീധരന് പോയില്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യം വരും. മറ്റൊരു കാര്യം, ഈ ആറ്റിങ്ങൽ മണ്ഡലം 61% ഈ എന്താ പറയുക കാർഷിക മേഖലയോട് ചേർത്തിരിക്കുന്ന സാധാരണക്കാരുടെ ഒരു പ്രദേശമാണ്. ബാക്കിയാണ് തീരദേശ മേഖലകളും. അങ്ങനെ അങ്ങ് വിഭജിച്ചങ്ങ് പോകും. ഈ വോട്ടുകൾ ഈ മണ്ഡലത്തിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ നോർമൽ ആളുകളുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ നോർമൽ ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ. അദ്ദേഹത്തിന് സാധിക്കുമോ? വി ജോയ്ക്ക് സാധിക്കുമോ? അതോ നിലവിലുള്ള അടൂർ പ്രകാശിന് സാധിക്കുമോ? ഈ ഒരു വലിയൊരു ചോദ്യമാണ് വരുന്നത്. പുള്ളി വോട്ട് പിടിക്കുന്ന അങ്ങനെയാണ്. അതായത് അടൂരുകാരനും കണ്ണൂരുകാരനും അല്ല, നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഓടിയെത്താൻ നാട്ടുകാരനായി ഞാനാണ് എന്ന രീതിയിലാണ് പുള്ളിയോട് വോട്ട് പിടിക്കുന്നത്. ആണ് അങ്ങനെ ജോയ് എന്ന പേര് കൂടി അത് പ്രചരണത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ BJP കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും രണ്ടുപേരെ വെവ്വേറെ എടുത്ത് നിർത്തി കഴിഞ്ഞാൽ അതിലൊരു ക്രൗഡ് പുള്ളർ ലീഡർ എന്ന് പറയുന്നത് പാർട്ടിയിൽ സ്വാധീനമുള്ളത് വി മുരളീധരനായിരിക്കാം, കേന്ദ്ര നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്നത് മുരളീധരനായിരിക്കാം, സംഘടനാ സംവിധാനം മുഴുവൻ കൈപ്പിടിയിലുള്ളത് മുരളീധരനായിരിക്കും. പക്ഷേ ഒരു ക്രൗഡ് പുള്ളിംഗ് പവർ ഉള്ളത് അത് ശോഭാ സുരേന്ദ്രനാണ്. എവിടെ കൊണ്ടിട്ടാലും ഈ ആലപ്പുഴ മണ്ഡലം ഇപ്പം ശോഭ മത്സരിക്കുന്ന ആലപ്പുഴ മണ്ഡലം BJPക്ക് അങ്ങനെ ഒരു പരിഗണനയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമേ ആയിരുന്നില്ല. പക്ഷേ ശോഭ മത്സര രംഗത്തേക്ക് വന്ന് ഒരു 1-2 പ്രചരണഘട്ടം കടന്നപ്പോൾ BJPയുടെ കണക്കുകൂട്ടൽ അതും വേണമെങ്കിൽ A+ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം. അതിന് പ്രധാനപ്പെട്ട കാരണം ശോഭയുടെ സാന്നിധ്യമാണ്. ആർട്ടിക്കിൾ കഴിഞ്ഞ തവണ കണ്ടതും സമാനമായിട്ടുള്ളൊരു പ്രതിഭാസമോ അല്ലെങ്കിൽ ശോഭയുടേതായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാക്ടർ വളരെ വലുതാണ്. അപ്പം അതിനൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ ആ ഒരു ഗൗരവം കൊണ്ട് തന്നെയാണ്. അവർ പറയുന്ന അത്രയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇരട്ട വോട്ട് എവിടെ നിന്ന് തുടങ്ങി നോക്കണം. ഒന്ന് ഇരട്ട വോട്ടിൽ തുടങ്ങിയതാണ്. പിന്നീട് അടൂർ പ്രകാശ് വന്നിട്ട് പറയുന്നു വി ജോയ് വർക്കലയിൽ ഈഴവൻ എന്ന് പറയുന്നു, അരുവിക്കരയിൽ CSI വിശ്വാസി എന്ന് പറയുന്നു എന്ന് പറഞ്ഞൊരു വിവാദം. അതിനുശേഷം വി ജോയ് തിരിച്ചു പറഞ്ഞു അടൂർ പ്രകാശ് മദ്യവും പണവും ഒഴുക്കിയാണ് വോട്ട് പിടിക്കുന്നത് എന്നൊരു ആരോപണം വന്നു. പിന്നീടാണ് ഈ കമന്റ് നമ്മൾ കൊടുത്ത ബിജു രമേശുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ വരുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് വൈഡ് ആരോപണങ്ങളാണ് ശരിക്കും ആറ്റിങ്ങൽ പോലുള്ള ഒരു ഈ ബിജു രമേശിന്റെ വിഷയത്തിൽ അതില് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇന്റർവ്യൂ എടുത്തല്ലോ. അതിൽ എന്താ പുള്ളി പറഞ്ഞത്? പുള്ളി പറയുന്ന വ്യക്തമാണ്. കാരണം ആ സമയത്ത് മിനിറ്റുകൾക്കകം അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി. കാരണം LDF ആണല്ലോ തടഞ്ഞു വെച്ചത്. ഉടനെ പോലീസിനെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചു, അദ്ദേഹത്തിന് മുഴുവൻ പരിശോധിച്ചു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള പണമോ മദ്യമോ കണ്ടെത്തിയില്ല. അതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡീൽ ഉറപ്പിക്കാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് പ്രതിരോധിക്കാനും അല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചരണ ആ ചർച്ചയെ പൊളിക്കാൻ ഈ പറഞ്ഞതുപോലെ പണം കണ്ടെത്തിയോ? ഇല്ല. തെരഞ്ഞെടുപ്പ് നടപടി എടുത്തോ? ഇല്ല. ആരോപണം. ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇതിലൊരു പ്രശ്നം എന്താ അറിയാം, ഈ വലിയ വിവാദവും ആരോപണവും പ്രത്യാരോപണവും. പക്ഷെ ഇതൊന്നും ഞാൻ പാലോടാണ്, എന്റെ മണ്ഡലമാണ്. പക്ഷെ ഇതൊന്നും ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അമീനൊന്ന് ആലോചിച്ച് ഇത് സാധാരണക്കാരെ ബാധിക്കുന്നുണ്ടോ? ആലോചിക്കും. മലയോര കർഷകർ നമ്മൾ അവിടേക്കുള്ളതാണ്. പന്നിയുടെ ബുദ്ധിമുട്ടുകൾ, പന്നി ശല്യം,
ഒപ്പം വന്യമൃഗശല്യം, പൊന്മുടി ആ ഭാഗങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ വിവാദമൊന്നും അല്ല ശരിക്ക് ആറ്റിങ്ങലിലെ വിജയത്തെ നിർണ്ണയിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഉപരിപ്ലവമായ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ ചൂട് നമുക്ക് വാർത്ത കൊടുക്കാമെന്നല്ലാതെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചർച്ചകൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മത്സരം നടക്കുമ്പോൾ മത്സരം ഞാൻ കാണുന്നത് അടൂർ പ്രകാശും വി ജോയും തമ്മിലാണ്. അവിടെ മുരളീധരന്റെ BJP-യുടെ പ്രസൻസ് എന്ന് പറയുന്നത് പക്ഷേ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ. കാരണം കഴിഞ്ഞ തവണ സമ്പത്തിന്റെ പരാജയത്തിന് കാരണം ശോഭ പിടിച്ച വോട്ടുകൾ അതൊരു ഘടകമാണ് എന്നതുപോലെ ഇത്തവണ ഒരു പക്ഷേ മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ മുരളീധരൻ പിടിക്കാതിരിക്കുന്ന ശോഭയ്ക്ക് കിട്ടിയത് മുരളീധരൻ കിട്ടാതിരിക്കുന്ന വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ എങ്ങോട്ട് പോകുന്നുള്ളത് ഒരു ഫാക്ടറാണ്. പക്ഷേ ഈ മത്സരം ഇവർ രണ്ടുപേരും തമ്മിലാണ് സ്വാഭാവികമായിട്ടും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വിജയസാധ്യത കൽപ്പിക്കാൻ പറ്റുന്ന ഇപ്പൊ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ പിടിച്ച അതേ വോട്ട് പിടിച്ചൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും അടൂർ പ്രകാശ് ജയിച്ചാൽ ഈ 5 വർഷം കൊണ്ട് അടൂർ പ്രകാശ് MP-യെ ആ നാട്ടുകാര് അംഗീകരിച്ചു. അതിന്റെ അതിലേ ഞാൻ ഒരു അഭിപ്രായം ചോദിക്കാം. നമ്മളെ നാട്ടുകാരും ഒപ്പം അതേ മണ്ഡലക്കാരുണ്ടല്ലോ, ആരും ജയിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഒരു പറയാൻ പറ്റില്ല. ഞാൻ പറയാൻ കണക്കൂട്ടൽ പറയും. നമ്മളിപ്പോ അടൂർ പ്രകാശ് സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ അടൂർ പ്രകാശിനെ എടുക്കാം. പുള്ളിക്ക് ജയിക്കാനുള്ള സാധ്യതകൾ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. ഒന്ന് വലിയ തരത്തിലുള്ള പുള്ളിക്കെതിരായിട്ട് ഒരു വിരുദ്ധ വികാരം അവിടെയില്ല, വലിയ രീതിയിലില്ല. ഒന്ന് പിന്നെ കഴിഞ്ഞ തവണ പോയിട്ടില്ലല്ലോ പറയുന്ന പോലെ വിരുദ്ധ വികാരമല്ല, കാരണം എന്താ അവിടേക്കും പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇത് പറയാനില്ല. കഴിഞ്ഞ തവണ വരുമ്പോഴത്തേക്കും ആറ്റിങ്ങലിലെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ ഒരു ബൈപ്പാസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇതായിട്ടുണ്ട്, ഫ്ലൈ ഓവർ, അതിൻ്റെ ഒരു പണിയും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അടൂർ പ്രകാശ് ഇലക്ഷൻ മാനേജർ കഴിഞ്ഞ തവണ പുള്ളി വരുമ്പോഴും അവിടെ സംഘടനാ സംവിധാനം അത്രത്തോളം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ താഴെയാണ്. പക്ഷെ അത് പുള്ളി കെട്ടിപ്പടുത്തുകൊണ്ട് പുള്ളി വിജയിച്ചു വരുന്നു. ഇരട്ട വോട്ട് കണ്ടെത്തുന്നു. 10-60,000 വോട്ടുകൾ നമ്മൾ പറയാതെ പോയ വോട്ടാണ്. കഴിഞ്ഞ തവണ 10-60,000 വോട്ടുകൾ അവിടുത്തെ ഇരട്ട വോട്ടുകൾ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കഴിഞ്ഞ തവണ അത് കളക്ടർ അംഗീകരിച്ചതാണ്. അതാ പറഞ്ഞത്. അത് എങ്ങനെ അംഗീകരിച്ചു? അത് അടൂർ പ്രകാശ് അവിടെ ലാൻഡ് ചെയ്തിട്ട് ആദ്യം ചെയ്യുന്ന പണി ഈ പറഞ്ഞ ഇരട്ട വോട്ട് കണ്ടെത്തുകയാണ്. അപ്പൊ സ്വാഭാവികം 30,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു വരുന്ന സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെ മണ്ണറിഞ്ഞ് കളിക്കാൻ പറ്റുന്ന അടൂർ പ്രകാശ്. ഇത്തവണയും അതിലൊരു സംശയം പുള്ളിക്കുണ്ടാവില്ല. എന്തുകൊണ്ട് ജോയിലേക്ക് എത്തി എന്നൊരു ചോദ്യം ഈ പറഞ്ഞ പല പേരുകളോടെ ഉയർന്നു വന്നിരുന്നല്ലോ. എന്തുകൊണ്ട് അവസാനം ജോയി മതി? MLA ആണ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, അങ്ങനെ പല ചുമതലകളുണ്ടായിട്ട് പുള്ളിയെ അവിടെ ഫില്ല് ചെയ്താൽ മതി എന്ന് പാർട്ടി തീരുമാനിക്കാൻ കാരണം അടൂർ പ്രകാശിനെ പിടിച്ചു കെട്ടാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ കൂടുതൽ സാധ്യത ഇപ്പോൾ വി ജോയിക്കാണ് ഞാൻ കാണുന്നത്. അടൂർ പ്രകാശിന് സാധ്യതകളുണ്ട്, പക്ഷെ വി ജോയി എന്നുള്ളത് ഈ അടൂർ പ്രകാശിനെ പോലെ തന്നെ ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ അവരുടെ പ്രചരണ പരിപാടിയിൽ കൂടി പോകുമ്പോൾ അത് മനസ്സിലാവും ഈ ഇവരുടെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അല്ല അതിലിപ്പോ അത് കണ്ടുകൊണ്ട് നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. LDF-ന്റെയും CPM-ന്റെയും സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഉള്ളത് മുഴുവൻ പുറത്ത് കാണിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ UDF-ന്റെ വോട്ട് എന്ന് പറയുന്നത് അത് അവരുടെ ഒരു സംസ്ഥാനത്തിന്റെ കൂടി വോട്ടാണ്. അവർ വലിയ രീതിയിൽ പ്രചരണത്തിന് വരികയോ ആഡംബരം കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ഇല്ല. സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും മികച്ചത് അടൂർ പ്രകാശിന്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അടൂർ പ്രകാശ് ജയിക്കുമെന്ന് തീർത്ത് പറഞ്ഞല്ല എന്ന് പറഞ്ഞതുപോലെ അടൂർ പ്രകാശിന് ഇങ്ങനെ പോസിറ്റീവ് എലമെന്റ്സ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ജോയിക്കും പറ്റുന്ന രീതിയിൽ പറഞ്ഞ കുറെ അതുകൊണ്ട് ജോയി ജയിച്ചേക്കാം, അടൂർ പ്രകാശ് ജയിച്ചേക്കാം എന്നുള്ള സാധനമുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വമ്പന്മാര് ഇപ്പൊ മത്സരിക്കുന്നു. വമ്പന്മാര് നേരത്തെ മത്സരിച്ചിട്ടുള്ളതാണ്. വമ്പന്മാരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് വയലാർ രവി ആ ശങ്കർ അടിതെറ്റി വീണത് ആറ്റിങ്ങലാണ്. അവിടെ അടക്കി അനിരുദ്ധൻ വീണത് അവിടെയാണ്. വയലാർ രവിയുടെ കാര്യം തലേക്കുന്ന് പക്ഷേ വിജയിച്ചു വരുന്നു, പിന്നീട് പോകുന്നു. അപ്പോൾ അവിടുത്തെ സ്വഭാവം ഈ പറഞ്ഞ പൊളിറ്റിക്കലി ആർക്ക് മൈലേജ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും അത് നിർണായകമാണ്. അതിലേക്ക് നയിക്കുന്ന അടിയൊഴുക്ക് എന്താണ് എന്നുള്ളത് അത് പ്രവചനാതീതം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഒരു ത്രികോണ മത്സരമല്ല, ഒരു കൃത്യമായിട്ടുള്ള ശക്തമായിട്ടൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് ആറ്റിങ്ങലാണ്. അതൊരു പക്ഷേ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ അതൊരു എഡ്ജാക്കാം. ആ ഫൈറ്റിൽ രണ്ടുപേരുടെ എഡ്ജാക്കാം, ഒരു മുൻതൂക്കം പറയാൻ പറ്റില്ല. ഇതിലെല്ലാവർക്കും ഒരു സംശയം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന വിജയം എന്തായാലും ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുമായിട്ട് ബന്ധമുണ്ട്. അതിലൊരു സംശയം ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് 2 സാധ്യത നോക്കാം. ഒന്ന്, വി മുരളീധരൻ ആ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെയുടെ ബലം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. നേരെ മറിച്ച് അത് കുറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു 30,000 വോട്ടോ അല്ലെങ്കിൽ 20,000 വോട്ടോ കുറയുകയാണെങ്കിൽ അത് ഇതിന് ഭയങ്കര നിർണായകമാകും. ആ വോട്ട് പക്ഷേ 2 കൂട്ടർക്കുമായിട്ട് വിഭജിക്കപ്പെടും. അല്ല, അത് ആ വിഭജിക്കപ്പെടുന്നതിൽ കൂടുതലായിരിക്കും
അടൂർ പ്രകാശ് ആയിരിക്കോ വി ജോയി ആയിരിക്കോ? അടൂർ പ്രകാശ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ കമ്മ്യൂണിസ്റ്റിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നാൽ ഈ ശബരിമല വിശ്വാസമൊക്കെ അത്രത്തോളം നെഞ്ചേറ്റുന്ന ആളുകൾ, പക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത്തരം വോട്ടുകൾ സ്വാഭാവികമായും BJP-യിലേക്ക് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാർക്ക് BJP-ക്ക് പോയി വോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ഇവർക്ക് കൊടുക്കാതെ കോൺഗ്രസിനോട് വിരോധം കാണിക്കേണ്ട ആവശ്യം ആ ശബരിമല സന്ദർഭവുമായിട്ട് കൂട്ടി വായിക്കുമ്പോഴില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കാണ്. അതുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ ആ ഒരു സാഹചര്യം. അങ്ങനെ പല ഫാക്ടേഴ്സ്, ഈ നമ്മുടെ ഈ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് എന്ന് പറയുന്ന ഒരു ഘടകം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പല ഘടകങ്ങൾ, സമ്പത്തിനോടുള്ള വിയോജിപ്പ് അവിടെ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് നിന്ന് മൂന്നാം അംഗത്തിൽ ഇറങ്ങുന്നത് പക്ഷേ പുള്ളിയോടുള്ള എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം അവിടെ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പല ഘടകങ്ങൾ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത 3 സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചത് അവിടെ ജീവൽ പ്രധാനമായ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന് മുതലപ്പൊഴി വിഷയം, അതായത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാടുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ ബൈപ്പാസ് പോലെയുള്ള വികസന വിഷയം. അത്തരം വിഷയങ്ങളിൽ പിന്നെ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കാനാണ് സാധ്യത? അങ്ങനെ വൈകാരികമായി ആർക്കെങ്കിലും എതിരെ വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വികാരം ഇവിടെ കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു കോസ്റ്റൽ ബെൽറ്റ് ഏറെക്കാലമായി UDF-ന് അനുകൂലമാണ്. അമീനിക്കാർക്കും അങ്ങനെ അല്ലേ തോന്നുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ചും മുതലപ്പൊഴിയിലെ ഇഷ്യൂ 2 സർക്കാരുകൾക്കും എതിരാണ്. മത്സ്യത്തൊഴിലാളികൾ കുറച്ചുകൂടി സെൻസിറ്റീവായ മനുഷ്യരാണ്. അവരവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അവർ ഇടത് സർക്കാരിന് തീരെ വിരുദ്ധമായാണ് സംസാരിക്കുക, എതിരെയാണ് സംസാരിക്കുക. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. സമാനമായി 60-ലധികം ആളുകൾ മരിച്ചതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന ജീവൽ പ്രശ്നം മുതലപ്പൊഴിയിലെ അപകടങ്ങളാണ്. അത് മനുഷ്യജീവനാണ്. ഇവർ ഇടതിനോട് ചേരുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. BJP-ക്കും സമാനമായി BJP അങ്ങനെ ഒരു പരിഗണിച്ച് തുടങ്ങിയിട്ടുമില്ല. സ്വാഭാവികമായും മുൻപ് ലഭിച്ചിരുന്ന പോലെ കോസ്റ്റൽ ബെൽറ്റ് വോട്ട് ഇപ്പോഴും അടൂർ പ്രകാശിനും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ല. ഒന്ന് 2 രീതിയിൽ. ഒന്ന്, ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിനോട് ഇതിനോടുള്ളൊരു വിയോജിപ്പ് അവർക്കുണ്ട്. മറ്റൊന്നിന് ഇപ്പോൾ BJP-യിലേക്ക് പോകാമെന്ന് കരുതിയാൽ കൃത്യമായിട്ട് അവിടെ സ്വാധീനമുള്ള ലത്തീൻ സഭ അധികൃതർ ഉൾപ്പെടെ നേരത്തെ അവരുടെ നിലപാട് പറയാതെയും അല്ലാതെയും ഒക്കെ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു ആർക്കാണെന്ന് പറയാം. സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ അത് UDF-ന് അനുകൂലമായി. പിന്നെയുള്ള ന്യൂനപക്ഷ വോട്ടുകളാണ്. അത് എവിടേക്ക് ഏകീകരിക്കപ്പെടും? അത് കഴിഞ്ഞ തവണ LDF-ലേക്ക് പോയില്ല, അത് പക്ഷേ ഇത്തവണ കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ന്യൂനപക്ഷങ്ങളുടെ ഒട്ടും വി ജോയിക്കും അറിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ജോയിക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകറ്റി നിർത്തുന്ന ഘടകങ്ങളൊന്നുമില്ല. പക്ഷേ അവർ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പോലെ ചിന്തിക്കണം, കേന്ദ്രം BJP അകറ്റി നിർത്തുക, BJP താഴെ ഇറക്കുക, അതിന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്താഗതി കഴിഞ്ഞ വർക്കലയെ സംബന്ധിച്ചിടത്തോളം വർക്കലയുടെ MLA ആണല്ലോ. വർക്കലയിൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടിന്റെ ബലത്തിലാണ് കഹാറിനെ അട്ടിമറിച്ച് അവിടെ വിജയം നേടിയത്. ആ വോട്ടുകളെ നിലനിർത്താൻ 2ാം തവണയും വി ജോയ്ക്കായി. അപ്പം നമുക്ക് അവിടെ പോയാൽ വി ജോയ് മുസ്ലിം പരിപാടികളിൽ, പള്ളി പരിപാടികളിൽ എന്തെങ്കിലും നേർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതും സജീവമായി ഇടപെടുന്നതും കാണാം. വർക്കലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇമ്പാക്ട് അവിടെ മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ചുണ്ടാവാനുള്ള സാധ്യത. 6 നിയമസഭാ മണ്ഡലം കൂടി ബാക്കിയുണ്ട്. ആ 6 സ്ഥലത്തേക്കും ബി ജോയ്ക്ക് ആ സ്വാധീനം എത്തണമെന്നില്ല. മറ്റൊന്നേ, ഞാൻ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വി ജോയുടെ കൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നതാണ്, ആ 7ഇടത്തും ഇടത് LDF-ന്റെ MLA-മാരാണല്ലോ. അത് കേഡർ സംവിധാനങ്ങളാണ്. കാട്ടാക്കട IB സതീഷ് മുതൽ തുടങ്ങി വാമനപുരത്ത് അരുവിക്കര J. സ്റ്റീഫൻ, ഇവിടെ വാമനപുരത്തേക്ക് വന്നാൽ DK മുരളി, ആറ്റിങ്ങൽ OS അംബിക, പിന്നെ ചെറിയകീഴ് ശശി. അങ്ങനെ വലിയ സംവിധാനമാണ് അവർക്കുള്ളത്. ഓരോ MLA-മാരോടും കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവർ പിടിച്ച വോട്ട് എത്രയാണോ, നിയമസഭയിൽ പിടിച്ച വോട്ട് എത്രയാണോ അതിൽ കൂടുതൽ എത്തിയിരിക്കണം. കഴിഞ്ഞ തവണ അരുവിക്കരയിലാണ് കൂടുതൽ അവർക്ക് ശോഷണം വരുന്നത്. വോട്ടിൽ ശോഷണം LDF-ന് വരാറുള്ള ഒരു മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കരയിലാണ് ഏറ്റവും കൂടുതൽ തവണ വി ജോയ് ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അത്രയും സംവിധാനം മൈന്യൂട്ടായിട്ട് അവർ പഠിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം നിയമസഭയിലെ പാറ്റേണേ അല്ലല്ലോ. പക്ഷെ ആ പ്രവർത്തനങ്ങളെ കോൺഗ്രസിന് ചിലപ്പോൾ പൊളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കോൺഗ്രസിന് അതിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് അതിന് പരിധികളുണ്ടായിരിക്കും. പക്ഷെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇലക്ഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം അതിനെ മറികടന്നു പോവുക അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ ദൗത്യമേ അല്ല. ഇപ്പം സാധാരണ എല്ലായിടത്തും ഇപ്പം അതിൽ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ CPM എന്നുള്ള സംഘടനാ സംവിധാനത്തിന്റെ പിന്നിലാണ് ആരാണ് നിലനിൽക്കുന്നത്? വി ജോയ് ആണ് നിൽക്കുന്നത്.
പക്ഷേ നേരെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇലക്ഷൻ മാനേജർക്ക് പിന്നിലാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ അവിടുത്തെ ഒരു പൊതു സ്വഭാവം വെച്ച്. ഈ ശരിക്കും പറഞ്ഞാൽ വി ജോയ് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരികയും വി ജോയ് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് താഴെ തടയിലുള്ള ഓരോ ബൂത്ത് കമ്മിറ്റികളൊക്കെ കൂട്ട് വരുന്നത് അത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ കുറെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് CPM ഏരിയ ലെവലിന് മുകളിലുള്ള നേതാക്കൾ വലിയ ശതമാനവും ജോയിന്റെ കൂടെയാണ്. ജോയിന്റെ പ്രീതി കിട്ടണം. ജില്ലാ സെക്രട്ടറി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ എത്താൻ പറ്റും? ഒരു ആറ്റിങ്ങലിന്റെ പൾസ്, ഒരു ഫീല്. എനിക്ക് തോന്നുന്നത് MP മത്സരിക്കുന്ന മണ്ഡലം, MLA മത്സരിക്കുന്ന മണ്ഡലം, കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം, യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിനെക്കാളും സ്റ്റാർ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങലാണ്. നമ്മൾ അവസാനം ഒരു ഇതിലെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് നെക്കാണ് പോരാട്ടം. നെക്കാണ് പോരാട്ടം. ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇതുവരെ എഡ്ജ് പ്രവചിക്കാൻ പറ്റാത്ത അവസാന ഘട്ടമല്ല, ഇനി മണിക്കൂറുകളൊക്കെ അല്ലേ ബാക്കിയുള്ളൂ. ആ സമയത്തും എഡ്ജ് ആർക്ക് എന്ന് പറയാൻ പറ്റാത്തത്ര ഒരു പോരാട്ടമാണ്. നമ്മൾ തുറന്നു പറയുന്നത് ശരിയല്ല. എന്നാൽ തിരുവനന്തപുരത്ത് വരെ നമുക്ക് വേണമെങ്കിൽ ഒരു സാധ്യത ഒരു പരിധിവരെ കൽപ്പിക്കാൻ പറ്റില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ മത്സരം നടക്കുന്ന കേന്ദ്രമന്ത്രിമാർ എല്ലാവരും വന്ന് ഇളക്കി മറിച്ച മണ്ണിൽ പോലും നമുക്കൊരു പരിധി വരെ ഒരു എഡ്ജ് നമുക്ക് ഇന്ന ആൾക്ക് ഇത്ര ശതമാനം % പോലും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആറ്റിങ്ങൽ അതുപോലും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ജൂൺ 4 വരെ കാത്തിരിക്കുക. ഈ ചർച്ചയുടെ അവസാനം കൊമ്പന്മാരെ ഉയർത്തിവിടുകയും പൊക്കിയിട്ടിട്ട് താഴേക്കിടുകയും ചെയ്ത് ആറ്റിങ്ങൽ ഇത്തവണ ആരെ താഴേക്കുന്നുള്ളത് ആര് വീഴും, ആര് ജൂൺ 4 കാണും.